എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവരാത്രിയുടെ 6ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നവരാത്രി 6ാം ദിവസം. ഇന്ന് നമ്മൾ കാർത്യായനി മാതാവിനെയാണ്, കാർത്യായനി ദേവിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകത, ഓരോ ദിവസം ഓരോ ദേവിയാണ് നമ്മൾ ദുർഗാദേവിയുടെ ഓരോ അവതാരങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത്. ദേവിയുടെ വളരെ ഉഗ്രരൂപിണിയായിട്ടുള്ള അവതാരമാണ് കാർത്യായനി ദേവി എന്ന് പറയപ്പെടുന്നത്. മഹിഷാസുരമർദിനിയും എന്നൊരു പേരും ദേവിക്കുണ്ട്. മഹിഷാസുരനെ വധിച്ചതിന്റെ, മഹിഷാസുരൻ എന്നുള്ള തീയശക്തിയെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ഇവിൽ സ്പിരിറ്റിനെ നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മഹിഷാസുരമർദിനി എന്നുള്ളൊരു പേര് കാർത്യായനി ദേവിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 6ാം ദിവസത്തിൽ നമ്മൾ കാർത്യായനി ദേവിയാണ്. ദേവി വളരെയധികം പറഞ്ഞ പോലെ തന്നെ ഉഗ്രരൂപിണിയാണ്. ശക്തിയുടെയും അതായത് സ്ട്രെങ്തിന്റെ, പവറിന്റെ ഒക്കെ വളരെയധികം ശക്തിയുടെയൊക്കെ പ്രതീകമായിട്ട് ആരാധിക്കുന്ന ഒരു ദേവി എന്നുള്ള രീതിയിലാണ്. അതായത് ഈ ഒരു അവതാരം, ദേവി ഈ ഒരു അവതാരം എടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ മഹിഷാസുരനെ വധിക്കുക എന്നുള്ളതാണ്. മഹിഷാസുരനെ വധിക്കുന്നതിനായിട്ട് ദേവി അവതാരം പൂണ്ട സമയത്ത് എല്ലാ ദേവന്മാരും, മറ്റ് ദേവന്മാരെല്ലാവരും ദേവിക്ക് ഒത്തിരി ആയുധങ്ങൾ പ്രദാനം ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ശിവൻ ത്രിശൂലവും വിഷ്ണു സുദർശന ചക്രവും ബ്രഹ്മാവ് കലശവും നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ വരുണദേവൻ ശംഖും, വായുദേവൻ അമ്പും വില്ലും, അതുപോലെ വിശ്വകർമാവ് ഒത്തിരി പല ആയുധങ്ങളും മഹിഷാസുരനെ മർദ്ദിക്കുന്നതിനായിട്ട് എല്ലാ ദേവന്മാരും നൽകി അനുഗ്രഹിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു അവതാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ദിവസം നമ്മൾ ഓരോ ദിവസവും പ്രത്യേകതരം പൂജകൾ പറയുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ നമ്മൾ സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള പൂജാ വ്രതങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർത്യായനി ദേവിയെ പ്രത്യേകം ആരാധിക്കുന്നത് പല ഉദ്ദേശത്തും, നമ്മൾ ഓരോ ദേവിക്കും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ്, പ്രത്യേകതകളും അനുഗ്രഹങ്ങളും നൽകാനുള്ള കഴിവുകളും പറയുന്നു. അപ്പോൾ കാർത്യായനി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നെഗറ്റീവ് എനർജീസ്, ഇപ്പൊ നമ്മൾ പറയല്ലോ, നമ്മൾക്ക് എതിരായിട്ട് ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇവിൽ സ്പിരിറ്റ്സിനെയും നമ്മൾ കാർത്യായനി അല്ലെങ്കിൽ നമ്മൾ ചോറ്റാനിക്കര ഭഗവതി പറയും, നമ്മൾ പല രൂപങ്ങളിൽ അല്ലെങ്കിൽ പല ദേവിയുടെ പല ചൈതന്യങ്ങളായിട്ടാണ് ചോറ്റാനിക്കരയിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരങ്ങളിൽ പല രൂപങ്ങളിൽ പല ദേവിമാരായിട്ടാണ് ചോറ്റാനിക്കരയിലുള്ളത്. അപ്പോൾ കാർത്യായനി ദേവിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നെഗറ്റീവ്, അപ്പോൾ പ്രേതപിശാചുക്കൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെയൊക്കെ നമ്മളിൽ നിന്ന് മാറ്റുന്നത്, നമ്മൾക്ക് എതിരായിട്ട് ആരെങ്കിലും ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ വയ്ക്കുന്നതോ അതൊന്നും നമ്മളിലേക്ക് എത്താതിരിക്കാൻ കാർത്യായനി ദേവിയെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച വിവാഹം നടക്കുന്നതിനും വിവാഹം നടക്കാതെ കുറെ നാളുകളായിട്ട് ഇരിക്കുന്നവർ ഇഷ്ടവിവാഹം, പ്രണയവിവാഹം ഒക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കാർത്യായനി ദേവി അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത്, പാർവതി ദേവിയെ, കാർത്യായന മഹർഷി പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ മകളായിട്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മകളായിട്ട് വരുന്നതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതുമായിട്ട് അനുബന്ധിച്ചിട്ട് പാർവതി ദേവി അദ്ദേഹത്തിന്റെ മകളായിട്ട് ജനിച്ചു എന്ന് പറയുന്നു. അതാണ് കാർത്യായനി എന്നുള്ള, കാർത്യായന മഹർഷിയുടെ മകൾ എന്നുള്ള രീതിയിൽ കാർത്യായനി എന്നുള്ളൊരു പേരും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്ന പെൺകുട്ടി കാർത്യായനി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇഷ്ടവിവാഹം നടന്നതായിട്ടുള്ള ഒരു കഥയും പറയപ്പെടുന്നുണ്ട്. അതോടനുബന്ധിച്ചിട്ടാണ് വിവാഹം നടക്കാതിരിക്കുന്നവരും ഒക്കെ കാർത്യായനി ദേവി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലും അറിയാവുന്ന കാര്യമാണ് മകം തൊഴിൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അങ്ങനെ. അതേപോലെ നെഗറ്റീവ് എനർജീസിനെ നമുക്കറിയാവുന്ന കാര്യമാണ്, കീഴ്ക്കാവിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ ഭൂതഭേദ പിശാചുക്കള്, ബാധ കൂടിയത്, ഇതൊക്കെ ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ.
ഇനി നമ്മൾ വ്രതമായിട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിപ്പോ ഇന്ന ദിവസം തന്നെ ചെയ്യണം. ഇതിപ്പോ നമ്മൾ നവരാത്രി 9 ദിവസം ഓരോ ദേവിയെ ആരാധിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നു ഇന്ന ദിവസം എന്നുള്ളത്. അത് ഇന്നേ ദിവസം തന്നെ ചെയ്യണമെന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദേവി പൂജ, പ്രത്യേകിച്ച് ദേവി പൂജ ചെയ്യുന്നത് നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വൃത്തിയായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുക. അതേപോലെ തന്നെ പുഷ്പങ്ങൾ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ വയ്ക്കാം. ചെമ്പരത്തി പൂവ്, അതായത് ചെമ്പരത്തി പൂവാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ചുവന്ന പുഷ്പങ്ങൾ, ചെമ്പരത്തി പൂവ് അർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദേവിക്ക് നമ്മൾ കുങ്കുമവും മഞ്ഞളും ദേവിക്ക് നൽകാവുന്നതാണ്. കുങ്കുമവും മഞ്ഞളും എന്ന് പറയുന്നത് കൂടുതലായിട്ടും വിവാഹവും മറ്റു കാര്യങ്ങൾ, അതായത് സുമംഗലി ആയിരിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മഞ്ഞൾ, കുങ്കുമം ഇവ അർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കർപ്പൂരം കത്തിക്കുമ്പോൾ 2 ക്ലോവ്സ് കൂടി, അതായത് 2 ഗ്രാമ്പും കർപ്പൂരം കത്തിക്കുന്നതിനോടൊപ്പം വയ്ക്കുക. ഇതും നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കാർത്യായനി ദേവി മന്ത്രം ഇവിടെ പറയുന്നത് ഓം ദേവി കാർത്യായനി നമ എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം. ഇത് 108 തവണ ജപിക്കാവുന്നതാണ്. അപ്പോൾ വ്രതം എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വൈകുന്നേരം വ്രതം മുറിക്കുന്നത്, സാധാരണ ഏതൊരു രീതിയിലും വ്രതം എടുച്ചിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണോ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെതായിട്ടുള്ള ഒരു രീതികളായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അതല്ല, നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ അതേപോലെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാം ദിവസത്തെ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പറയാനുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ദേവിയെ പ്രാർത്ഥിക്കാം. ഏത് ദേവിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.